ഉത്തർപ്രദേശിൽ കുറ്റവാളികൾക്കെതിരെ വീണ്ടും UP പോലീസിന്റെ വെടിയൊച്ചകൾ. സംസ്ഥാനത്തെ ബദായൂണിലും ഹബൂറിലും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നടന്ന 2 നാടകീയ ഏറ്റുമുട്ടലിൽ വൻ കവർച്ചാ സംഘങ്ങളെയാണ് പോലീസ് കീഴ്പ്പെടുത്തിയത്. ഏറ്റുമുട്ടലിൽ ഒരു പോലീസ് കോൺസ്റ്റബിളിനും പരിക്കേറ്റിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ അപരാധ് മുക്ത നയത്തിന്റെ ഭാഗമായി കുറ്റവാളികൾക്കെതിരെയുള്ള വേട്ട പോലീസ് ശക്തമാക്കുന്നു. ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ് ബദായൂണിലും ഹംപൂരിലും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നടന്ന നാടകീയമായ ഏറ്റുമുട്ടലുകൾ. ബദായൂണിലെ ബിനാവർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അടച്ചുപൂട്ടിയ ബൈപ്പാസിലായിരുന്നു ആദ്യ എൻകൗണ്ടർ. കവർച്ചാ സംഘം ബൈപ്പാസ് വഴി കടന്നുപോകുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് ഒരാൾ കവർച്ച ചെയ്ത പോത്തുമായി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പോലീസ് തടയാൻ ശ്രമിച്ചതോടെ പ്രതി അപ്രതീക്ഷിതമായി വെടിയുതിർക്കുകയായിരുന്നു. പ്രതിയുടെ വെടിയേറ്റ് ഒരു പോലീസ് കോൺസ്റ്റബിളിന് പരിക്കേറ്റു. തുടർന്ന് സ്വയം രക്ഷയ്ക്കായി പോലീസ് നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇരുകാലുകൾക്കും വെടിയേറ്റ പ്രതിയെ പോലീസ് കീഴ്പ്പെടുത്തുകയായിരുന്നു. ഈ सूचना के आधार पर पुलिस टीम द्वारा नाकेबंदी करके चेकिंग अभियान चलाया जा रहा था। उसी दौरान एक व्यक्ति भैंस लेकर के आता हुआ दिखाई दिया। पुलिस टीम ने जब उसे रुकने का इशारा किया तो उसने पुलिस टीम को लक्ष्य करके जानलेवा फायरिंग कर दी, जिसमें कि एक आरक्षी घायल हुआ है। पुलिस टीम ने आत्मरक्षार्थ जवाबी कार्रवाई की, जिसमें कि बदमाश दोनों पैरों में गोली लगने से घायल हुआ। ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് ഹാംപൂരിലെ ഡൽഹി മൊറാദാബാദ് ദേശീയപാതയിലും സമാനമായ രീതിയിൽ വെടിയൊച്ചകൾ മുഴങ്ങിയത്. ഡൽഹിയിലെ പ്രമുഖ വസ്ത്രവ്യാപാരിയെ തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തി 16 ലക്ഷത്തിലധികം രൂപ കവർന്ന കേസിലെ പ്രതികളെയാണ് ബാബുഗഡ് പോലീസ് സാഹസികമായി പിടികൂടിയത്. വ്യാപാരിയുടെ സ്വന്തം ഡ്രൈവർ തന്നെയാണ് ഈ വൻ കവർച്ച ആസൂത്രണം ചെയ്തതെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായിരുന്നു. ഡ്രൈവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒളിവിലായിരുന്ന കൂട്ടാളികളായ നിഹാൽ, മന്നു എന്നിവരെ പോലീസ് വളഞ്ഞു. രക്ഷപ്പെടാൻ വേണ്ടി പ്രതികൾ പോലീസിന് നേരെ വെടിയുതിർത്തതോടെയാണ് ഹാപ്പൂർ പോലീസ് പ്രത്യാക്രമണം നടത്തിയത്. വെടിവെപ്പിൽ പ്രതിയായ മന്നുവിന് പരിക്കേറ്റു. ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രതികളിൽ നിന്നും കവർച്ച ചെയ്യപ്പെട്ട 16,50,000 രൂപയും ആയുധങ്ങളും കാറും പോലീസ് പൂർണ്ണമായും വീണ്ടെടുത്തു. നിയമലംഘനം നടത്തുന്നവർക്കും ജനങ്ങളുടെ സമാധാനം കെടുത്തുന്നവർക്കും ഉത്തർപ്രദേശിൽ രക്ഷയില്ലെന്ന കർശന മുന്നറിയിപ്പാണ് ഈ തുടർച്ചയായ എൻകൗണ്ടറുകളിലൂടെ പോലീസ് നൽകുന്നത്. പിടികൂടിയ പ്രതികൾക്കെതിരെ കടുത്ത നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് UP പോലീസിന്റെ തീരുമാനം. ജനം, ഡൽഹി.